നമസ്കാരം. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹത്തിന്റെ ബംഗോവ സ്ട്രീറ്റിലെ പ്രസിഡൻഷ്യൽ ഓഫീസ് ഉൾപ്പെടെ തകർക്കാൻ റഷ്യ നടത്തുന്ന നീക്കം കീവിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ എംബസികൾ കൂടി ലക്ഷ്യമിട്ടുള്ളതാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. CIA തന്നെയാണ് ഇത് സംബന്ധമായ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരവും. മുൻപ് റഷ്യൻ പ്രദേശത്തേക്ക് അമേരിക്കൻ ദീർഘദൂര മിസൈൽ യുക്രൈൻ സേന പ്രയോഗിച്ചപ്പോൾ സ്വന്തം എംബസി പൂട്ടി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ബങ്കറിൽ ഒളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇതിന് സമാനമായ ഭീതിയാണ് യുക്രൈൻ ഭരണകൂടത്തെ ലക്ഷ്യമിടുമെന്ന റഷ്യൻ പ്രസിഡന്റിന്റെ പരസ്യ പ്രഖ്യാപനത്തിലൂടെ നിലവിൽ വന്നതും. റഷ്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുടെ എംബസികളെ ഒഴിവാക്കിയും അവർക്ക് മുൻകൂട്ടി വിവരങ്ങൾ നൽകിയും റഷ്യ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് അമേരിക്കൻ ഏജൻസികൾ ഇപ്പോൾ കാണുന്നത്. റഷ്യ ആണവ നയം പുതുക്കുകയും സ്വന്തം മണ്ണിൽ ഏത് വിദേശ ശക്തിയുടെ ആയുധം പതിച്ചാലും ആ രാജ്യത്തെയും ആക്രമിക്കുമെന്നും പ്രഖ്യാപിച്ചതും ലോകരാജ്യങ്ങളിൽ സമ്മിശ്ര പ്രതികരണം തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങൾ ഈ നിലപാടിനെ എതിർത്തെങ്കിലും നാറ്റോയിലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ മൗനം തുടരുകയായിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ തള്ളി തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യക്ക് നേരെ പ്രയോഗിക്കരുത് എന്ന് ജർമ്മനിയും ഇറ്റലിയും യുക്രൈനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചതിന് തിരിച്ചടിയായി റഷ്യ അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ മിസൈലായിട്ടുള്ള ഒറഷ്നിക് എന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് യുക്രൈനിലേക്ക് പ്രയോഗിച്ചിരുന്നത്. ആണവ പോർമുന ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാതെ പ്രയോഗിച്ചിട്ടും വൻ നാശനഷ്ടമാണ് യുക്രൈന് ഉണ്ടായിരിക്കുന്നത്. വിദേശ ആയുധങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വെക്കുകയും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു പരീക്ഷണ പ്രയോഗമായിരുന്നുവെങ്കിൽ ഇനി ഒറഷ്നിക് പ്രയോഗിക്കുമ്പോൾ റഷ്യ ആണവ പോർമുന ഘടിപ്പിക്കുമെന്ന ഭീതി കൂടി പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട് താനും. അമേരിക്കയും ബ്രിട്ടനും യുക്രൈൻ നൽകിയ ATACMS സ്റ്റോം ഷാഡോ മിസൈലുകൾ അടങ്ങിയ റഷ്യൻ വെയർഹൌസും റഷ്യൻ സൈന്യം ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ഇതിന് പുറമെ നവംബർ 28-ന് റൊമാനിയയിൽ നിന്ന് യുക്രൈനിലെത്തിയ ATACMSഉം സ്റ്റോം ഷാഡോ മിസൈലുകളും വഹിച്ച റെയിൽവേ ട്രെയിനിന് നേരെ ചോർണോമോർസ്ക് തുറമുഖത്തിന് സമീപവും വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. മുഴുവൻ ആയുധങ്ങളും നശിപ്പിക്കപ്പെട്ട ഈ ആക്രമണത്തിൽ അമേരിക്കയും ബ്രിട്ടനും ശരിക്കും കിടുങ്ങിപ്പോയി. റഷ്യയുടെ പ്രതിരോധ കോർഡിനേറ്റർ ആയിട്ടുള്ള സെർജി ലെബേദേവ് തന്നെ ഇത്തരമൊരു ആക്രമണം നടന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റഷ്യൻ സായുധ സേന ഹൈടെക് ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച 32 കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിച്ച് കീവിനെ പ്രധാന ടാർഗറ്റാക്കാനാണ് റഷ്യൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം യുക്രൈൻ പ്രസിഡന്റിന്റെ താവളം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കും മുൻപ് തന്നെ യുക്രൈനിയൻ പ്രസിഡന്റിനെ റഷ്യ വധിക്കുമെന്ന അഭ്യൂഹവും ഇതോടെ ഈ മേഖലയിൽ ശക്തമായി. ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ തന്നെയാണ് ഇത്തരമൊരു അഭ്യൂഹത്തിനു കൂടി വഴിമരുന്നിട്ടിരിക്കുന്നത്. റഷ്യ യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിൽ ഒറഷ്നിക് മിസൈൽ പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ 42 നാറ്റോ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഈ മിസൈലുകൾ തയ്യാറാക്കി നിർത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കീവിനെ നശിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യാക്രമണത്തിന് നാറ്റോ മുതിർന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുൻകരുതൽ നടപടി റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇതിലൂടെ.
യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോഴും കീവിലെ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് റഷ്യ കരുതുന്നത്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ തീർത്ത ശക്തമായ സുരക്ഷയിലാണ് സെലൻസ്കി ഭൂഗർഭ അറയിലെ ഈ ബങ്കറിനെ ഓഫീസായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഒറേഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്നത് അമേരിക്കയെയും ശരിക്കും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒറേഷ്നിക് മിസൈലിനെ തടയാൻ പറ്റുന്ന ഒരു സംവിധാനവും സത്യത്തിൽ ഇന്ന് ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സെലൻസ്കിയെ അയൽ രാജ്യമായിട്ടുള്ള പോളണ്ടിലേക്ക് മാറ്റണമെന്ന അഭിപ്രായവും അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ യുദ്ധം നയിക്കുന്ന നായകൻ രാജ്യം വിട്ടാൽ അത് യുദ്ധമുഖത്തുള്ള യുക്രൈനിയൻ സൈനികരുടെ മനോവീര്യം കെടുത്തുമെന്നതുകൊണ്ട് അത്തരം നീക്കം പാടില്ലെന്ന് യുക്രൈൻ സൈനിക നേതൃത്വം തന്നെ സെലൻസ്കിയെയും നാറ്റോ സൈനിക നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സെലൻസ്കി പോളണ്ടിലിരുന്ന യുദ്ധം നയിച്ചാൽ അത് റഷ്യ നേരിട്ട് പോളണ്ടിനെ ആക്രമിക്കുന്നതിനും ഇടയാക്കും. ഈ സാധ്യതയും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളം ഇതിനകം തന്നെ റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സെലൻസ്കിയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മറ്റ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് സത്യത്തിൽ യുക്രൈനിയൻ പ്രസിഡന്റ് ഇപ്പോഴുള്ളത്. അതാകട്ടെ വ്യക്തവുമാണല്ലോ. സെലൻസ്കിയെ വകവരുത്തണമെന്ന വികാരം റഷ്യയിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഏജന്റ് ആയിട്ടുള്ള സെലൻസ്കി കൊല്ലപ്പെട്ടാൽ ആ നിമിഷം യുദ്ധം അവസാനിക്കുമെന്ന് കരുതുന്നവരും ധാരാളമാണ്. സെലൻസ്കിയുടെ ഓഫീസിൽ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് ഒറേഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കാമെന്നാണ് മുതിർന്ന റഷ്യൻ ഫെഡറൽ അസംബ്ലി അംഗം പറയുന്നതും. നവംബർ 21-ന് യുക്രൈൻ നഗരമായ ഡെൻപറിലെ ആയുധ ഫാക്ടറിയിൽ ആക്രമണം നടത്തിയപ്പോഴാണ് റഷ്യ ഒറേഷ്നിക്കിനെ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തത് തന്നെ. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനകം തന്നെ യുക്രൈനിന്റെ പ്രദേശത്ത് യോഗ്യമായ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്ററി പ്രതിരോധ സമിതിയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായിട്ടുള്ള ഷുറവ്ലിവ്യോ അദ്ദേഹത്തിന്റെ ടെലഗ്രാം ചാനലിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. കീവിലെ യുക്രൈനിയൻ ആർമി ഉദ്യോഗസ്ഥരുടെ ആസ്ഥാനം അനുയോജ്യമായ റഷ്യയുടെ ലക്ഷ്യമാകുമെന്ന് പറഞ്ഞ ഷുറവ്ലിവ്യോ പാശ്ചാത്യ കൂലിപ്പടയാളികളെ പരിശീലിപ്പിക്കുന്ന യാവോറിവ് മിലിറ്ററി ബേസ്, ലിവിവ് മേഖലയിലെ പാശ്ചാത്യ ആയുധങ്ങൾക്കായുള്ള ലോജിസ്റ്റിക് ഹബ്ബുകൾ, മുൻനിരയിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഡൈനിപ്പറിന് കുറുകെയുള്ള പാലങ്ങൾ എന്നിവ റഷ്യൻ സൈന്യം ആക്രമിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈനിക സൈറ്റുകൾ, പ്രതിരോധ ഫാക്ടറികൾ, കീവിലെ ഡിസിഷൻ മേക്കിംഗ് സെന്റർ എന്നിവ ഒറേഷ്നിക് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ച ശേഷമാണ് ഷുറവ്ലിവ്യോ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം തന്നെ നടത്തിയത്. നവംബർ 21-ന് കസക്കിസ്ഥാനിലേക്കുള്ള തന്റെ പര്യടനത്തിനിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഒറേഷ്നിക് മിസൈലിനെ അസാധാരണമായ വിധം ശക്തമായ ആയുധമെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. അതിന്റെ പരീക്ഷണ ഫലത്തെ ഒരു വലിയ ഉൽക്കാശിലയുടെ ആഘാതവുമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് താരതമ്യം ചെയ്തതും. പുടിന്റെ ഈ വെളിപ്പെടുത്തലോടെ ഈ മിസൈലിനെ എങ്ങനെ നേരിടണമെന്നാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾ ചർച്ച നടത്തുന്നത്. എന്നാൽ ഇതിനൊരു ബദൽ അവരുടെ പക്കലില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും. നന്ദി.